ഹായ് അസ്സലാമു അലൈക്കും, ഇറ്റ്സ് മീ ഫ്ലോറൽ മോമി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ളോഗുമായിട്ടാണ്. മാഷാ അല്ലാ, ഞങ്ങളുടെ മോൻ ഇച്ചാപ്പിക്ക് കഴിഞ്ഞ മെയ് 18-ന് 3 വയസ്സായി. അവൻ്റെ ഫുൾ നെയിം ഈസ ബിന്നിയാസ് എന്നാണ്. ഞങ്ങൾ അവനെ വിളിക്കുന്നതാണ് ഇച്ചാപ്പിന്ന്. അങ്ങനെ അന്നത്തെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബ്ലിപ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു തീമിലാണ് ഞാൻ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ്റെ ഒരു ഫേവറേറ്റ് ക്യാരക്ടറാണിത് യൂട്യൂബിലുള്ള. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബലൂൺ ആർച്ചാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഞാൻ 3-4 കളറിലുള്ള ബലൂൺസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബ്ലിപ്പിയുടെ കളറിലുള്ള ബ്ലൂവും ഓറഞ്ചുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വൈറ്റ് യൂസ് ചെയ്തിട്ടില്ല, ബ്ലൂവും ഓറഞ്ചും തന്നെയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ബലൂൺസൊക്കെ ഞാൻ ഈ ഒരു പമ്പ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് 2 എണ്ണം ആക്കിയിട്ട് അതുപോലെ കെട്ടി വെക്കുകയാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്ന പമ്പ് വെച്ചിട്ട് ഫില്ല് ചെയ്യൽ അത്ര ഈസി ആയിരുന്നില്ല. അതിൻ്റെ തന്നെ ഇലക്ട്രിക് പമ്പ് ഉണ്ടായിരുന്നു, അതായിരുന്നു ഒന്നും കൂടെ നല്ലത്. പക്ഷെ വാങ്ങിക്കഴിഞ്ഞിട്ട് യൂസ് ചെയ്തപ്പോഴാണ് കാര്യം മനസ്സിലായത്. 100 ബലൂൺസിൻ്റെ അടുത്തുണ്ടായിരുന്നത്. അത്യാവശ്യം കുറേ സമയം എടുത്തിട്ടാണ് അതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഫില്ല് ചെയ്ത് വന്നത്. ബലൂൺസ് ഫില്ല് ചെയ്യാൻ സമയം എടുത്തുള്ളൂ, പിന്നുള്ളതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ 2 എണ്ണം വെച്ച് കെട്ടിയുള്ള ബലൂൺസൊക്കെ ഇതുപോലെ കയറ് വെച്ചിട്ട് ഒരു ആർച്ചാക്കിയിട്ട് എടുത്ത്, ഇത് ഫുള്ളായിട്ടുള്ള ഒരു ആർച്ചാക്കിയിട്ടല്ല ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെയൊക്കെ ഇടയിൽ ഇതുപോലെ ഡാർക്ക് ബലൂൺസ് വെച്ചിട്ടൊന്ന് കെട്ടിയിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതുപോലെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണത്. കാരണം ഇതുവരെ ഞങ്ങൾ 3 ആൾ ഒരുമിച്ച് അവൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടായിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണ്. ഏകദേശം 20 ആളൊക്കെ ഉള്ളൊരു പാർട്ടിയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഒരേ സമയത്തേക്കല്ല ഉണ്ടായിരുന്നത്. ഓരോരുത്തർ അവരെ ടൈം അനുസരിച്ചിട്ട് വന്നിട്ട് പോവുകയൊക്കെ ആയിരുന്നു. ബലൂണിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ടേബിളാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടേബിൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഡിസ്കൗണ്ട് സെൻറ്ററിലും പാർട്ടി ഷോപ്പിലൊക്കെ കിട്ടും ഇതുപോലത്തെ. ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ 2 കളറിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലൂവും ഓറഞ്ചും തന്നെ. ബ്ലിപ്പിയുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലത്തെ കളർ പേപ്പർ വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കണ്ടായിരുന്നു. ബോട്ടൈ, ഗ്ലാസ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ. ആ സമയത്താണ് അവനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയത്. ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് അവന് വേണ്ടി ഒരു സൈക്കിൾ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് മാത്രമല്ല ഞങ്ങൾക്കും ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. മുന്നത്തത് അവനക്കൊരു ചെറിയ സൈക്കിളായിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് അത് മാറ്റിയിട്ട് പുതിയൊരു സൈക്കിൾ വേറെ കുറച്ചുകൂടെ വലുത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ശരിക്കും സർപ്രൈസ് ആയിട്ട് അവർ കൊണ്ടു വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കർട്ടൻ്റെ ബാക്കി വന്ന പീസാണ്. അത് ഞാൻ ആണി അടിച്ചിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് നോക്കി, പക്ഷേ അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആണി വെച്ചിട്ടാണ് ചെയ്തത്. ആ ബലൂണും ഞാൻ അതുപോലെ തന്നെയാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആണി അടിച്ചിട്ട് അതുമ്മേ കയറിങ്ങനെ ജസ്റ്റ് കെട്ടി കൊടുക്കുക ചെയ്തത്. അപ്പോൾ അത് കറക്റ്റായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു 3-4 പാർട്ടി പോപ്സും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത കേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഫോണ്ടൻ കേക്കാണ്, കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തന്നത് തന്നെയാണ് അവർ. ആ ഒരു ബ്ലിപ്പിയുടെ തീമിൽ തന്നെയാണ് ഇതും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഈവനിങ് ഒക്കെ ആയപ്പോൾ തന്നെ ഓരോരുത്തർ ഗസ്റ്റൊക്കെ വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരേ സമയത്തൊക്കെ ആവാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ. അവനാണെങ്കിൽ ഒരേ സമയം കുറേ ഗിഫ്റ്റ്സ് ഇങ്ങനെ കിട്ടുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ആകെ ഫുൾ ഹാപ്പിയിലായിരുന്നു മാഷാ അല്ലാ. ഗസ്റ്റൊക്കെ വന്നു തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും അങ്ങനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അറിയാമല്ലോ, നമ്മൾ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എത്രത്തോളം എല്ലാ കാര്യങ്ങളും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. ഫുഡൊക്കെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഓർഡർ കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോൾ അവർ കൊടുന്നു. വെൽക്കം ഡ്രിങ്ക് മാത്രമേ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുട്ടികളും ഞങ്ങളും എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്തൊരു കുറച്ച് ടൈമായിരുന്നു അത്. സംസാരിച്ച് ടൈം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 2 മണിയൊക്കെ ആയപ്പോഴാണ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. അതുവരെ ഫുള്ള് എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഫാമിലിയെ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണാം ഇൻഷാ അല്ലാ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.